1921 മലബാർ കലാപത്തിൻ്റെ 100-ാം വാർഷികം ഇപ്പോൾ നാം ആചരിക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വളരെ ആവേശകരവും ത്യാഗനിർഭരവുമായ ഒരു ചെറുത്തുനിൽപ്പിനെയാണ് മലബാർ കലാപം പ്രതിനിധാനം ചെയ്യുന്നത്. തെക്കേ മലബാറിലെ മാപ്പിള കർഷകർ പ്രധാനമായും ഏറനാട്, വെള്ളുവനാട് താലൂക്കുകളിലും പൊന്നാനി താലൂക്കിൻ്റെ വടക്കൻ ഭാഗങ്ങളിലുമായി കേന്ദ്രീകരിച്ച് താമസിക്കുന്ന മുസ്ലിം കൃഷിക്കാർ, അവരാണ് മലബാർ കലാപത്തിൽ പോരാളികളായി അണിനിരന്നത്. 1921 ആഗസ്റ്റ് മുതൽ 5 മാസക്കാലം വൈദേശിക ആധിപത്യത്തിൻ്റെ പുറത്തേക്ക് ഈ താലൂക്കിലെ ജനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഒരധികാരവാഴ്ച തന്നെയാണ് പോരാടുന്ന മുസ്ലിം കർഷകർ നടപ്പിലാക്കിയത്. നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ വ്യത്യസ്തതയുള്ള ഒരു പോരാട്ടം എന്നുള്ള നിലയ്ക്ക് വളരെ ഒന്നാണ് 1921 തെക്കേ മലബാറിൽ നടന്നത്. ഏറനാട്, വെള്ളുവനാട് താലൂക്കുകൾ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും ഇപ്പോഴത്തെ മലപ്പുറം ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ചില പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ് ഇത് എന്നതാണ്. മാപ്പിള ലഹള എന്നാണ് ബ്രിട്ടീഷുകാർ ഈ സമരത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. സമരകാലത്ത് സമരത്തിൻ്റെ സാക്ഷികളിലൊരാളായ ദേശീയ മുസ്ലിം നേതാവ് മുഹമ്മദ് അബ്ദുറഹിമാനാണ് ആദ്യമായി ഈ ലഹളയെ മാപ്പിള ലഹള എന്ന് പറഞ്ഞ് ചുരുക്കരുത് എന്ന് പറഞ്ഞത്. ഇത് മലബാർ ലഹളയാണ്. പിന്നീട് 1946 മലബാർ കലാപത്തിൻ്റെ 25-ാം വാർഷിക സന്ദർഭത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സഖാവ് EMS-ഉം ഇതിനെ മലബാർ ലഹള, മലബാർ കലാപം എന്ന നിലയിലാണ് വ്യാഖ്യാനിച്ചത്. വളരെയേറെ പഠനങ്ങളും വളരെയേറെ വിപരീത പ്രചരണങ്ങളും നടന്നിട്ടുള്ള ഒന്നാണ് 1921 മലബാർ കലാപം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അതിൻ്റെ എല്ലാ കരുത്തും ഈ കലാപത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയുണ്ടായി. ബ്രിട്ടീഷ് പട്ടാളത്തെ സഹായിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പരിശീലനം സിദ്ധിച്ച ഗൂർഖ റെജിമെൻറ്റിനെ തന്നെ വെള്ളക്കാർ മലപ്പുറത്തേക്ക് കൊണ്ടുവന്നു. നമ്മൾ കാണേണ്ടത് ഈ സമരം കേവലം ഒരു ദിവസം ആരംഭിച്ചതായിരുന്നില്ല എന്ന വസ്തുതയാണ്. 1921 കലാപം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മുസ്ലിം കർഷകർ
ജന്മിമാർക്കെതിരായ സമരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ പൊട്ടിപ്പുറപ്പെട്ട നിരവധി പ്രാദേശിക സംഘർഷങ്ങൾ ചരിത്രരേഖകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഈ പ്രദേശങ്ങളിൽ പലയിടത്തായി ജന്മിമാർക്കെതിരായി സാധാരണ മുസ്ലിം കർഷകർ ഏറ്റുമുട്ടുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രാദേശിക സംഘർഷങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി കഠിനമായ നിയമങ്ങളും ബ്രിട്ടീഷ് ഭരണം കൊണ്ടുവരികയുണ്ടായി. ഈ പ്രദേശത്തെ ജനവിഭാഗങ്ങൾ അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക നിയമങ്ങളും ബ്രിട്ടീഷ് ഭരണം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് മാപ്പിള ഔട്ട്റേജസ് ആക്ട്, മുസ്ലിം മൂർഖത്വ നിയമം എന്നാണ് സഖാവ് EMS ഈ മാപ്പിള മൂർഖത്വ നിയമം തികച്ചും മുസ്ലിം വിരുദ്ധമായ ഒരു നിയമം, അവരുടെ പൗരാവകാശങ്ങളെ ഇല്ലാതാക്കുന്ന, അവരെ കൂട്ടത്തോടെ ജയിലിലടക്കുന്ന, അവരെ കൂട്ടത്തോടെ നാട് കടത്തുന്ന എല്ലാ കരിനിയമങ്ങളും ഒരുമിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ തയ്യാറാക്കിയ നിയമമായിരുന്നു അത്. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ അടിച്ചമർത്തുന്നതിന് വേണ്ടി പ്രത്യേകമായി ഒരു പ്രത്യേക പോലീസ് സംവിധാനത്തെ തന്നെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചെടുക്കുകയുണ്ടായി. മലപ്പുറം സ്പെഷ്യൽ പോലീസ് എന്ന് പറഞ്ഞ് ആരംഭിച്ച, പിന്നീട് മലബാർ സ്പെഷ്യൽ പോലീസായി മാറിയ, കമ്മ്യൂണിസ്റ്റുകാരെ വലുതോതിൽ അടിച്ചമർത്താൻ 1948-51 കാലത്ത് ദുർവിനിയോഗം ചെയ്ത MSP ഈ സമരങ്ങളുടെ കാലത്ത് സൃഷ്ടിക്കപ്പെട്ട ജനവിരുദ്ധമായ ഒരു ഉപോൽപ്പന്നമായിരുന്നു. ആ നിലയിൽ പ്രത്യേകമായി അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ പരിശ്രമിച്ച ഒന്നാണ് ഈ പ്രദേശത്തെ ജനകീയ പ്രതിരോധങ്ങൾ. എല്ലാവർക്കും അറിവുള്ളതുപോലെ വളരെ സാധാരണക്കാരായ പാട്ടക്കുടിയന്മാരായിരുന്നു അക്കാലത്തെ മലബാറിലെ മാപ്പിള കർഷകർ. വിശേഷിച്ചും ഈ മുസ്ലിം കൃഷിക്കാർ 95% നിരക്ഷരരായിരുന്നു. മുസ്ലിം സമൂഹത്തിലെ മതപണ്ഡിതന്മാരും മതപുരോഹിതരും മതവിദ്യാഭ്യാസം നടത്തുന്നവരും ആ സമൂഹത്തിനിടയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുകയും അഭിപ്രായ രൂപീകരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു പോന്നിട്ടുണ്ട്. അന്ന് നമ്മുടെ രാജ്യത്ത് ശക്തിപ്പെടാൻ തുടങ്ങിയ ദേശീയ പ്രസ്ഥാനം ഈ മേഖലയിൽ വലിയ സ്വാധീനം നേടിയെടുത്തിട്ടുണ്ടായിരുന്നില്ല. കോൺഗ്രസിൻ്റെ ദൈനംദിന പ്രവർത്തനം തന്നെ ഏതാനും അഭിഭാഷകരിലും പുതുതായി ഉന്നത വിദ്യാഭ്യാസം നേടിയ തലമുറയിലും മാത്രമാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. 1921 ഒരു ചരിത്ര പശ്ചാത്തലം നാം നോക്കുമ്പോൾ മഹാത്മജി കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് വന്ന് കോൺഗ്രസ് കാർഷിക വിഷയങ്ങൾ കൂടി ഏറ്റെടുത്ത് കൂടുതൽ ജനകീയവൽക്കരിച്ച് തുടങ്ങിയ ഒരു കാലമായിരുന്നു അത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള യുദ്ധാനന്തര വറുതി നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വല്ലാതെ വ്യാപിച്ച ഒരു കാലം കൂടിയായിരുന്നു അത്. സ്വാഭാവികമായും ജനങ്ങളിൽ അസംതൃപ്തി നിറഞ്ഞ ഒരു കാലമാണ്. ദാരിദ്ര്യം അതിൻ്റെ പൂർണ്ണതയിലെത്തിയ ഒരു കാലമാണ്. കാർഷിക വിളകൾക്ക് വിലയില്ലാതായ ഒരു കാലമാണ്. അതിദരിദ്ര ജനതയുടെ ജീവിതം വഴിമുട്ടിയ ഒരു കാലമാണ്. അവരുടെ ജീവിത വ്യതകളിൽ ഒരുതരം സഹായവും ഭരണകൂടം നൽകാത്ത ഒരു കാലമാണ്. എന്നാൽ ഭരണകൂടത്തിൻ്റെ പിണിയാളുകളായി നിന്ന ജന്മിമാർ കൂടുതൽ ഈ പാവപ്പെട്ട കൃഷിക്കാരെ ഞെക്കിപ്പിഴിയാൻ തുടങ്ങിയ
ഒരു കാലവുമായിരുന്നു. ആ നിലയിൽ സ്വതവേ പിന്നോക്കക്കാരായ സാധാരണ മുസ്ലിം കർഷകൻ അവരുടെ ദാരിദ്ര്യത്തിൻ്റെ അളവ് വലിയ തോതിൽ വർദ്ധിച്ചതിൻ്റെ മുന്നിൽ നിസ്സഹായരായി നിന്ന ഒരു കാലം കൂടിയായിരുന്നു 1920-കൾ എന്ന് നാം ഓർത്തെടുക്കേണ്ടതുണ്ട്. ഈ കാലത്ത് ഉത്തരേന്ത്യയിൽ കാർഷിക പ്രക്ഷോഭങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. വെള്ളക്കാരുടെ യുദ്ധഫണ്ടിലേക്ക് പണം വിരിക്കാൻ കൃഷിക്കാരന് നേരെ കൂടുതൽ നികുതികൾ നാട്ടുരാജാക്കന്മാരും നാടുവാഴികളും വർദ്ധിപ്പിക്കാൻ തുടങ്ങിയതിനെതിരായ പ്രതിഷേധം ഉത്തരേന്ത്യയിൽ പലയിടത്തും ഈ കാലയളവിൽ നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോഴത്തെ അയോധ്യ എന്നറിയപ്പെടുന്ന ഔദ് പ്രവിശ്യയിൽ കൃഷിക്കാർ നടത്തിയ വലിയ പ്രക്ഷോഭങ്ങളായിരുന്നു. ആ പ്രക്ഷോഭങ്ങളിൽ അണിനിരന്ന കർഷക നേതാക്കൾ പിൽക്കാലത്ത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പലരും കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയായി മാറിയതും ചരിത്ര അനുഭവമാണ്. ആ കാലത്താണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തിൽ ടർക്കിയിലെ ഓട്ടോമൻ സുൽത്താൻമാർക്ക് അവരുടെ രാജകീയ പദവിയായിരുന്ന ഖലീഫ സ്ഥാനം നഷ്ടപ്പെടാനിടയായി. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇസ്ലാം മതത്തിൻ്റെ ആത്മീയ തലവൻ്റെ സ്ഥാനം കൂടി അലങ്കരിച്ച ടർക്കി രാജാവിൽ നിന്ന് ഖലീഫ സ്ഥാനം മാറ്റിയപ്പോൾ അതുണ്ടാക്കിയ പ്രതിഷേധവും മുസ്ലിം സമുദായത്തിൽ ശക്തമായി ലോകം മുഴുവൻ അലയടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഖിലാഫത്ത് സംഘടനകൾ രൂപപ്പെട്ടത്. ദേശീയ പ്രസ്ഥാനവും ഖിലാഫത്ത് സംഘടനകളും പരസ്പരം ഒന്നിച്ചു നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരെ എതിർക്കുക എന്ന ആശയവും അന്ന് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ തെക്കേ മലബാറിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള നിസ്സഹകരണ സമരക്കാരും അതുപോലെ തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനക്കാരും യോജിച്ചുകൊണ്ടുള്ള സമിതികൾ, സംഘടനാ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 1921 ഈ ദേശാഭിമാന പ്രചോദിത സമരത്തെ ഖിലാഫത്ത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാനും മുൻകാലത്ത് ആളുകൾ തയ്യാറായിരുന്നു എന്നത് ഒരു ചരിത്ര വസ്തുതയാണ്. സമരകാലത്ത് എന്തു നടന്നു എന്നത് സംബന്ധിച്ച വിശദാംശങ്ങളിലേക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ കടന്നു പോകുന്നില്ല. ഒരു കാര്യം വ്യക്തമാണ്, സാധാരണ ജനങ്ങൾ, മുസ്ലിം കൃഷിക്കാർ, അവരും ബ്രിട്ടീഷ് പട്ടാളം സർവായുധങ്ങളുമായി ഒന്നിച്ചു നിന്ന ബ്രിട്ടീഷ് പട്ടാളം, സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിൻ്റെ പ്രതിനിധികളായ ബ്രിട്ടീഷ് അധികാര വാഴ്ചയുടെ നേർപ്രതിനിധികൾ സാമ്രാജ്യത്വത്തിൻ്റെ മുഴുവൻ ആയുധവും അടിച്ചമർത്തലും അതിൻ്റെ തീവ്രതയോടുകൂടി നടപ്പിലാക്കി. വലിയ ഏറ്റുമുട്ടലുകൾ നടന്നു. നാട്ടുമ്പുറത്തെ സാധാരണ മനുഷ്യൻ വെള്ളപ്പട്ടാളത്തിൻ്റെ തീയുണ്ടയുടെ മുന്നിൽ വീരമൃത്യു മരിച്ചു. ആയിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർ നാടുകടത്തപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകളെ കൽത്തുറുങ്കിലടച്ചു. ചെറിയ ഒരു പ്രദേശത്ത്, 2 താലൂക്കിൻ്റെ പരിധിയിൽ നിൽക്കുന്ന പ്രദേശത്തു നിന്നാണ് ഈ 10,000-കണക്കിന് ആളുകളുടെ നേരെ ബ്രിട്ടീഷ് അധികാരവാഴ്ച അതിക്രമം നടത്തിയത്. ഇന്ത്യ ചരിത്രത്തിൽ, ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പ്രത്യേക പ്രദേശത്ത് ഇത്രയേറെ ആളുകൾ കൊല്ലപ്പെട്ട മറ്റൊരനുഭവമില്ല. എത്ര ക്രൂരമായാണ് വെള്ളക്കാരൻ പെരുമാറിയതെന്ന് ചരിത്ര താളുകളിൽ എഴുതപ്പെട്ട് കിടക്കുന്നുണ്ട്. വാഗൺ ട്രാജഡി പോലെയുള്ള സംഭവങ്ങൾ അതിൻ്റെ സാക്ഷിപത്രമായി നമ്മുടെ മുന്നിലുണ്ട്. ആൻഡമാൻ ദ്വീപിലെ സെല്ലുലാർ ജയിൽ
മലബാറിലെ കലാപകാരികളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. നാട് കടത്തപ്പെട്ട് ആൻഡമാനിലെ വിപരീത കാലാവസ്ഥയിൽ വനപ്രദേശങ്ങളിലേക്ക് ആട്ടിയിറക്കി ഓടിച്ച ആയിരക്കണക്കിന് ആളുകളുടെ ആൻഡമാനിലെ സ്ഥലനാമങ്ങളിൽ മലപ്പുറത്തെ വണ്ടൂരും തുവ്വൂരും കരുവാരക്കുണ്ടും എല്ലാം സ്ഥാനം പിടിച്ചത് ഈ നാടുകടത്തപ്പെട്ടവരുടെ പേരിൽ തന്നെയാണ്. അസംഖ്യം ആളുകൾ ബെല്ലാരിയിലെ ജയിലിൽ അടയ്ക്കപ്പെട്ടു, വെല്ലൂരിലെ ജയിലിൽ അടയ്ക്കപ്പെട്ടു, കോയമ്പത്തൂരിലെ ജയിലിൽ അടക്കപ്പെട്ടു. ആ നിലയിൽ ഭീകരമായ അടിച്ചമർത്തലുകളാണ് നടന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ വലിയ അതിക്രമങ്ങളുണ്ടായി. രക്തം കിരിഞ്ഞിറങ്ങിയ ഒരു കാലം അതായിരുന്നു ആ ബ്രിട്ടീഷ് അധികാരവാഴ്ചയുടെ മുഴുവൻ മുഷ്കും ജനങ്ങൾക്ക് മേലെ പ്രയോഗിച്ച ആ പീഡനകാലം. തീർച്ചയായിട്ടും ഏറ്റവും വലിയ അടിച്ചമർത്തലുണ്ടായ, ഭീകരമായ കീഴ്പ്പെടുത്തലുകളുണ്ടായ ഒന്നായിരുന്നു മലബാർ കലാപം. സ്വാഭാവികമായിട്ടും അതുണ്ടാക്കിയ മുറിവുകൾ ദീർഘകാലം നമ്മുടെ സമൂഹത്തിൽ നിലനിന്നു എന്നത് ഒരു വസ്തുതയാണ്. മലബാർ കലാപത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രത്യാഘാതം എന്തായിരുന്നു? ആ പരിശോധനയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, കലാപം അടിച്ചമർത്തപ്പെട്ടതിന് ശേഷം ദീർഘമായ ഒരു കാലയളവിൽ ഒരുതരം രാഷ്ട്രീയ പ്രവർത്തനവും ആ മേഖലയിൽ സാധ്യമായിരുന്നില്ല എന്നുള്ളതാണ്. മലബാറിൽ തന്നെ ഏതാണ്ട് കോൺഗ്രസ് പ്രവർത്തനം നിശ്ചലമാക്കപ്പെട്ടു ദീർഘമായ നാളിലേക്ക്. പിന്നെ 1931 സ്വാതന്ത്ര്യ സമരം പുതിയ വിധാനത്തിലേക്ക് കയറിയിറങ്ങി. നിയമലംഘന സമരങ്ങളിലേക്ക്, ഉപ്പ് സത്യാഗ്രഹത്തിലേക്ക് ഒക്കെ മാറിയപ്പോഴാണ് ഒരു ദശാബ്ദത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം രാഷ്ട്രീയ പ്രവർത്തനം തന്നെ മലബാറിൽ പൊതുവെ പുനരാരംഭിച്ചത്. ആ അടിച്ചമർത്തലിൻ്റെ കരുത്ത് അത്ര വലുതായിരുന്നു. എല്ലാം നിശബ്ദമാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അടിച്ചമർത്തപ്പെട്ട മുസ്ലിം കർഷകൻ്റെ വേദനകൾ മാത്രമല്ല, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനമാകെ എല്ലാവരും നിർത്തിവെക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അന്ന് കോൺഗ്രസ് പ്രസ്ഥാനം ആരംഭിച്ച കാലമാണ്. ഇപ്പോൾ കലാപ ദിവസങ്ങളിലെ ഓർമ്മക്കുറിപ്പുകൾ നമ്മൾ തിരിച്ച് എടുത്ത് വായിക്കുമ്പോൾ അതിൻ്റെ നേർസാക്ഷികളെ കാണാൻ കഴിയും. ശ്രീ കെ പി കേശവമേനോൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ കഴിഞ്ഞ കാലം നമ്മൾ വായിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി ഈ സമരത്തിൻ്റെ ഒരു നേർക്കാഴ്ച സമര ദിവസങ്ങളിൽ കോഴിക്കോട്ട് നിന്ന് കുണ്ടോട്ടിയിലെത്തി തിരൂരങ്ങാടിയിലേക്ക് നടന്നുപോയി തിരൂരങ്ങാടിയിലെ സംഭവവികാസങ്ങൾ നേരിൽ കണ്ട ഒരാളെന്ന നിലയിൽ അന്ന് നടന്ന കൊടും ക്രൂരതകളുടെ ഒരവലോകനം അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ നമുക്ക് കാണാൻ കഴിയും. കലാപത്തിന് നേർസാക്ഷിയായ, കലാപം നടന്ന പ്രദേശങ്ങളിൽ തന്നെ അഭിഭാഷകനായിരുന്ന KPCCയുടെ അധ്യക്ഷനായിരുന്ന K. മാധവൻ നായർ എഴുതിയ മലബാർ കലാപം എന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെ നേരെ അനുഭവങ്ങൾ മുഴുവൻ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അനുഭവമുള്ള മറ്റൊരാൾ മൂഴിക്കുന്നം ബ്രഹ്മദത്തൻ നമ്പൂതിരി അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളിൽ കൃത്യമായി കലാപകാലത്തെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ധാരാളം അന്നത്തെ പത്രറിപ്പോർട്ടുകൾ ലഭ്യമാണ്. അപ്പോൾ ആ കാലം വലിയ തോതിലുള്ള പഠനത്തിനും പുനർവായനയ്ക്കും പിൽക്കാലത്ത് വിധേയമാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1946 മലബാർ കലാപത്തിൻ്റെ കാൽ നൂറ്റാണ്ട് പിന്നിട്ട സന്ദർഭത്തിൽ നടത്തിയ വിശകലനങ്ങളാണ്. ആ വിശകലനങ്ങളുടെ പ്രത്യേകത
1930കളിൽ നിന്ന് വ്യത്യസ്തമായി 40കളുടെ ഈ രണ്ടാം പാതിയിൽ കമ്മ്യൂണിസ്റ്റുകാർ ആ കലാപത്തെ വേറിട്ട ഒരു വീക്ഷണത്തിലൂടെ സത്യസന്ധമായ പരിശോധനയ്ക്ക് വിധേയമാക്കി എന്നുള്ളതാണ്. കലാപം അടിച്ചമർത്തപ്പെട്ട ശേഷമുള്ള കാലത്ത് പൊതുവെ ബ്രിട്ടീഷുകാരുടെ ഒരു ഇടപെടൽ നമുക്ക് കാണാൻ കഴിയും. ബ്രിട്ടീഷുകാർ അധികാരത്തിലിരിക്കുകയാണ്. സമൂഹത്തിൻ്റെ പൊതു അഭിപ്രായ രൂപീകരണത്തിൽ തങ്ങളുടെ മേധാവിത്വപരമായ സമീപനത്തിലൂടെ വലിയ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തയ്യാറായി. മാപ്പിള ലഹള എന്ന വാക്കു തന്നെ ആ വിരോധത്തിൽ നിന്നാണ്. ഹിന്ദു മുസ്ലിമും തമ്മിലുള്ള വലിയ അകലം സൃഷ്ടിക്കുന്ന തരത്തിൽ കലാപത്തിൻ്റെ ചില സന്ദർഭങ്ങളിൽ ഉണ്ടായ ഹിന്ദുക്കൾക്കെതിരായ ഒറ്റപ്പെട്ട അക്രമങ്ങളെ വലിയ തോതിൽ പ്രചരണ വിധേയമാക്കിക്കൊണ്ട് ഹിന്ദു മുസ്ലിം വൈരുദ്ധ്യം രൂപപ്പെടുത്തിയ പ്രചരണ രൂപങ്ങളെ ബ്രിട്ടീഷുകാർ നടത്തുകയുണ്ടായി. ഒരു വിഭാഗം മാധ്യമങ്ങളും തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പ്രചരിപ്പിക്കുകയുണ്ടായി. നേരിൽ കാണാത്തത് കേട്ടുകേൾവിയിൽ നിന്ന് അർദ്ധസത്യങ്ങൾ വാർത്തകളായി മാറിയതിൻ്റെ ഒട്ടേറെ അനുഭവങ്ങളും ഉണ്ടായി. സ്വാഭാവികമായും ഒരു ന്യൂനപക്ഷ വിരുദ്ധത, മുസ്ലിം വിരുദ്ധത ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലാണ് ഈ കാര്യങ്ങളെ ആ സാമ്രാജ്യത്വ കാലം പൊതുവെ അടയാളപ്പെടുത്തി പ്രചരിപ്പിച്ചത്. എന്നാൽ 1946 മലബാർ കലാപത്തെക്കുറിച്ചുള്ള കൂടുതൽ വസ്തുനിഷ്ഠമായ അപഗ്രഥനത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായി. ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച ആഹ്വാനവും താക്കീതും എന്ന ലേഖനം സഖാവ് EMS തയ്യാറാക്കിയ ഒരു കുറിപ്പാണത്. ആ ലേഖനം മലബാർ കലാപത്തെ മറ്റൊരു വീക്ഷണത്തിലൂടെ പരിശോധന വിധേയമാക്കി. മലബാർ കലാപത്തെ പാരീസ് കമ്മ്യൂണിനോട് സാമ്യപ്പെടുത്തിക്കൊണ്ട് ആ കലാപത്തിലെ പോരാളികളുടെ വീര്യത്തെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് അത്തരം ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടുകൾ ആവർത്തിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സഖാവ് AKG നടത്തിയ, പെരിന്തൽമണ്ണയിൽ നടത്തിയ 1946 ആഗസ്റ്റ് മാസത്തിലെ പ്രസംഗം, അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ ആ പ്രസംഗത്തിൻ്റെ പേരിൽ കൽത്തുറുങ്കിലടച്ചു. കമ്പളത്ത് ഗോവിന്ദൻ നായർ ആ സമരത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ ഹിച്ച്കോക്കിൻ്റെ സ്മാരകം മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്ന് നടന്ന പ്രതിഷേധ ജാഥയുടെ പ്രചരണത്തിന് വേണ്ടി തയ്യാറാക്കിയ കവിത, മാപ്പിളപ്പാട്ട് രൂപത്തിലുള്ള കവിത പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ ദേശാഭിമാനി കണ്ടുകെട്ടുകയുണ്ടായി. അപ്പോൾ വലിയ സാമൂഹ്യ ശ്രദ്ധയുണ്ടായ, ബ്രിട്ടീഷുകാർ വലിയ തോതിൽ അടിച്ചമർത്തലിലേക്ക് നീങ്ങിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ AKG EMSനൊക്കെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് നീങ്ങിയ ഒരു സാഹചര്യം രൂപപ്പെടുകയുണ്ടായി. അപ്പോൾ ആ 1921 മറ്റൊരു തരത്തിൽ വിശകലന വിധേയമാക്കി കമ്മ്യൂണിസ്റ്റുകാർ. അതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ കമ്മ്യൂണിസ്റ്റുകാരെ അടിച്ചമർത്തുകയും ചെയ്തു. ആ വിശകലനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ആ വിശകലനത്തിൻ്റെ പ്രത്യേകത ആ സമരത്തെ വർഗീയമായ, മതപരമായ ഒരു മാപ്പിള ലഹളയായി ചുരുക്കാനുള്ള ശ്രമത്തെ അതിജീവിച്ചതാണ്. അതിനെ മലബാർ ലഹള എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് എന്ന വസ്തുത അത്
കമ്മ്യൂണിസ്റ്റുകാരുടെ സമീപനം ഉയർത്തിപ്പിടിച്ചു. എങ്ങനെയാണ് മുസ്ലിം കൃഷിക്കാർ അടിച്ചമർത്തപ്പെട്ടത്? ആ അടിച്ചമർത്തലിനെതിരായിട്ടുള്ള സമരമായിരുന്നു അടിസ്ഥാനപരമായി മലബാർ കലാപം എന്ന വസ്തുത അടിവരയിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ചൂണ്ടിക്കാട്ടി. എന്നാൽ ആ സമരത്തിനുണ്ടായിരുന്ന പരിമിതി എന്താണ് എന്ന് സംബന്ധിച്ചും തികഞ്ഞ വ്യക്തത കമ്മ്യൂണിസ്റ്റുകാരുടെ ആ പരിശോധനയിലുണ്ടായിരുന്നു. അതിൻ്റെ നേതൃത്വ ഘടനയുടെ പരിമിതി, അതിന് വ്യക്തമായ കാഴ്ചപ്പാടിൻ്റെ അഭാവം, വൈകാരികതയ്ക്ക് കിട്ടുന്നൊരു മുൻകൈയിൽ നിന്നാണത് സൃഷ്ടിക്കപ്പെട്ടത്. അതിന് ആ നിലയിൽ തന്നെ കാണാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായി. അതുകൊണ്ടാണ് അതിൻ്റെ നല്ല വശങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും അതിലെ ചെറുത്തുനിൽപ്പിൻ്റെ തീക്ഷ്ണതയെ ആവേശപൂർവ്വം ഉൾക്കൊള്ളിക്കുകയും അതിൽ പങ്കെടുത്ത പോരാളികളുടെ ത്യാഗത്തെ വാഴ്ത്തുകയും അതോടൊപ്പം അതിനുണ്ടായിരുന്ന പരിമിതികളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ നല്ല കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അതിൽ സംഭവിച്ച പരിമിതികൾ ആവർത്തിക്കാൻ പാടില്ല എന്ന നിലയിലും ആഹ്വാനവും താക്കീതും എന്ന തലക്കെട്ടിൽ ആ ലഘുലേഖ CPI അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസിദ്ധീകരിച്ചത്. അന്ന് രാഷ്ട്രീയത്തിൽ സജീവമായി തന്നെ പ്രവർത്തിച്ചു പോന്ന കോൺഗ്രസിനോ ലീഗിനോ ഈ ചരിത്ര വസ്തുതയെ സത്യസന്ധമായ വിശകലനത്തിന് വിധേയമാക്കാൻ സാധിച്ചില്ല എന്ന പരിമിതി നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന് 1921 കലാപം കഴിഞ്ഞ് വലിയ തോതിലുള്ള അടിച്ചമർത്തലുകൾ ബ്രിട്ടീഷുകാർ ആ നാട്ടിലെ ജനങ്ങൾക്ക് നേരെ നടത്തുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മുന്നിൽ നിന്ന് മാറി നിൽക്കുന്ന സമീപനമാണ്, സാന്ത്വനം ജനങ്ങൾക്ക് നൽകുക എന്ന ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന സമീപനമാണ് പൊതുവെ കോൺഗ്രസ്സുകാർ സ്വീകരിച്ചത് എന്ന് കാണാൻ കഴിയും. പൊതുവെ ആ മേഖലയിലെ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവർ പിന്മാറുകയുണ്ടായി. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച MP നാരായണ മേനോൻ, അദ്ദേഹം ഖിലാഫത്ത് കമ്മിറ്റിയുമായി സഹകരിച്ച് നേതൃത്വപരമായ പങ്ക് തന്നെ നിർവഹിച്ച ഒരാളായിരുന്നു. അദ്ദേഹത്തെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരെ പോലെ ഹിന്ദു മുസ്ലിം സൗഹാർദ്ദത്തിന് വേണ്ടി നിലകൊണ്ട മുസ്ലിം സുഹൃത്തുക്കളുമുണ്ടായിരുന്നു. ആ മുസ്ലിം നേതാക്കൾ സമരരംഗത്ത് ജനങ്ങളുടെ താല്പര്യത്തിനൊപ്പം ആണ് നിന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തകർ, ഹിന്ദു മുസ്ലിം സൗഹൃദത്തിന് വേണ്ടി നിലയുറപ്പിച്ചവർ, അവർക്കെതിരെ എല്ലാം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തലിൻ്റെ നിലപാടാണ് സ്വീകരിച്ചത്. ജനങ്ങളെ, ഈ സമരത്തിൽ പങ്കെടുത്ത നേതാക്കന്മാരെയൊക്കെ അടിച്ചമർത്തി വലിയ ഭീതി സൃഷ്ടിച്ച ഒരു കാലത്ത് ആളുകൾക്കിടയിൽ പ്രവർത്തിക്കാൻ, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതെ പോയതിൻ്റെ പരിമിതി ആ പ്രദേശങ്ങളിൽ സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാന നേതാക്കന്മാരോടുള്ള ഒരു വിശ്വാസക്കുറവുമുണ്ട്. അതവിടെ നിലനിന്നിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് മുതലെടുക്കാനാണ് പിൽക്കാലത്ത് 1930കളിൽ ലീഗ് രൂപം കൊള്ളുന്നത്. അങ്ങനെ രൂപം കൊണ്ട ലീഗോ 1930കൾ മുതൽ വീണ്ടും സജീവമാവാൻ തുടങ്ങിയ കോൺഗ്രസ്സോ ഈ കലാപത്തെ സത്യസന്ധമായി വിശകലനം ചെയ്യാൻ തയ്യാറായില്ല. രാഷ്ട്രീയ ലാഭത്തിന് ഉതകുന്ന തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങൾക്ക് മാത്രമാണ് അവർ തയ്യാറായത്. അത് ആ കാലത്തിലെ ഒരു കറുത്ത പാടായിട്ട് അവശേഷിക്കുന്നുണ്ട്. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ, തുടക്കക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാർ അന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ.
മാർക്സ് ലെനിനിസത്തിൻ്റെ ഒരു വിശകലന ശൈലിയിലൂടെ ആ സമരത്തെ കൃത്യമായി വിശകലനം ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ചരിത്ര വസ്തുത. 921 സത്യസന്ധമായി വിശകലനം ചെയ്തുകൊണ്ടുള്ള, വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്തുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനം കേരളീയ സമൂഹത്തിൽ നടത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ചുമതല നിർവഹിക്കുമ്പോൾ സമൂഹത്തിൽ മുസ്ലിം വിരുദ്ധത ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് 921 വ്യാഖ്യാനം എഴുതി പ്രചരിപ്പിച്ചവർ അതുവരെ പ്രചരിപ്പിച്ചതെന്നും വ്യത്യസ്തമായ ഒരഭിപ്രായം ഈ പ്രക്ഷോഭത്തെക്കുറിച്ച് രൂപപ്പെടുത്താനുള്ള ശ്രമം കമ്മ്യൂണിസ്റ്റുകാർ നടത്തി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിൽക്കാലത്ത് ഈ മേഖലയിലാകെ ശക്തമായ ഹിന്ദു മുസ്ലിം സൗഹൃദത്തിൻ്റെതായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ നിർണായകമായ ഇടപെടലായിരുന്നു 1946 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടപെടൽ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഇന്ന് നമ്മൾ ആ വിഷയത്തെ വീണ്ടും പുനർവായനയ്ക്ക് വിധേയമാക്കുമ്പോൾ എന്ന് സൂചിപ്പിക്കേണ്ടത്. പിന്നീട് ഇപ്പോൾ ഈ സമരത്തിൻ്റെ 100ാം വാർഷികം ആചരിക്കുകയാണ്. പിൽക്കാലത്ത് നിരവധിയായ പഠനങ്ങൾ മലബാർ കലാപത്തെക്കുറിച്ച് നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. താൻ ഒരു അക്കാദമിക് ചരിത്രകാരനാണ് എന്ന് അവകാശപ്പെടാത്ത സഖാവ് EMS അദ്ദേഹത്തിൻ്റെ ചരിത്ര വീക്ഷണ രീതിയിലൂടെ സമഗ്രമായ പരിശോധനകൾ വിവിധ സന്ദർഭങ്ങളിൽ മലബാർ കലാപത്തെക്കുറിച്ച് നടത്തിയിട്ടുണ്ട്. വളരെ കൃത്യമായി സമൂഹത്തിൽ നിലനിന്ന ജന്മി നാടുവാഴി വ്യവസ്ഥക്കെതിരായും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായും അത് സൃഷ്ടിച്ച തെറ്റായ കർഷക വിരുദ്ധ നിലപാടുകൾക്കെതിരായുമുള്ള ഒരു പോരാട്ടമായി സമരത്തെ കാണാൻ, ആ സമരത്തിൻ്റെ ഹിന്ദു മുസ്ലിം ഭിന്നതകൾ സൃഷ്ടിക്കുന്ന വർഗീയ അംശങ്ങളെ കൂടി തിരിച്ചറിയാൻ, അതിൻ്റെ സമഗ്രതയിൽ സമരത്തിൻ്റെ പോരാട്ടവീര്യത്തെ അപഗ്രഥിക്കാൻ എല്ലാം തന്നെ തയ്യാറായ ഒരു വീക്ഷണമാണ് സഖാവ് EMS അത് സംബന്ധിച്ചുള്ള പഠനങ്ങളിൽ രേഖപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് തുടർന്ന് ധാരാളം പഠനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. വിദേശികൾ, കോർണൽ വുഡ്, നിരവധി മറ്റ് വിദേശ ഗവേഷകന്മാർ ഇതിനെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മാധവൻ നായരുടെ പുസ്തകമുണ്ട്, മോഴിക്കുന്നത്തിൻ്റെ പുസ്തകമുണ്ട്, നമ്മുടെ പുതിയ ചരിത്രകാരന്മാർ എന്നുള്ള നിലയിൽ ഡോക്ടർ KN കുറുപ്പ്, ഡോക്ടർ KN പണിക്കർ, M ഗംഗാധരൻ, ഏറ്റവും ഒടുവിൽ K ഗോപാലൻകുട്ടിയുടെ മലബാർ പഠനങ്ങൾ, ഏറ്റവും ഒടുവിൽ നമ്മുടെ KT ജലീൽ ഇത് സംബന്ധിച്ച് നടത്തിയ ഗവേഷണ പഠനങ്ങൾ എന്നു തുടങ്ങി, സൗമ്യേന്ദ്രനാഥ ടാഗോർ വളരെ നേരത്തെ എഴുതിയ ലഘുപുസ്തകം എന്നു തുടങ്ങി ഒരുപാട് പഠനങ്ങളാണ് പിൽക്കാലത്ത് ഈ മലബാർ കലാപത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത്. വളരെ വ്യത്യസ്തമായ രീതിശാസ്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ആ പഠനങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട്. സൂക്ഷ്മാംശങ്ങളിൽ വളരെ കൃത്യതയുള്ള അപഗ്രഥനവും അഭിപ്രായവും അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതും ഇടതുപക്ഷ വീക്ഷണമുള്ള ചരിത്രകാരന്മാരുടേതുമാണ് എന്ന് നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയും. സമരത്തെ ഏതെങ്കിലും മതത്തിൻ്റെ വിവരമില്ലായ്മയായി ചുരുക്കാനല്ല, ആ സമരത്തിന് ഇടയാക്കിയ ആ കാലത്തിൻ്റെ പ്രത്യേകതകളെ, സാമ്രാജ്യത്വത്തെ,
സാമ്രാജ്യത്വ അടിച്ചമർത്തലിനെ, ഭൂബന്ധങ്ങളിൽ സാമ്രാജ്യത്വം വരുത്തിയ മാറ്റത്തെ, ജന്മിക്ക് നിയമാധികാരം നിയമപരമായ അവകാശം കൊടുക്കുന്നത് സാമ്രാജ്യത്വമാണ്. കൃഷിക്കാരെ ക്രൂരമായി ചൂഷണം ചെയ്യാനുള്ള അവസരമൊരുക്കിയത് സാമ്രാജ്യത്വമാണ്. വളരെ കൃത്യമായി അതെല്ലാം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിൻ്റെ നേതൃത്വ ഘടനയുടെ പ്രത്യേകത, അതിൻ്റെ ചില മതാംശങ്ങളെ അത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പെശക് എന്ന ഘടകങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ വളരെ കൃത്യതയാർന്ന സാമൂഹിക വശങ്ങളെ ഉയർത്തിപ്പിടിക്കേണ്ടായി. ഇന്ന് നാം ഇസ്ലാമോഫോബിയ എന്നൊക്കെ വിളിക്കുന്ന മുസ്ലിം വിരുദ്ധത ഈ സമരങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാനുള്ള പരിശ്രമങ്ങളെ നിഷേധിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്. അതിലെ വർഗപരമായ വിശകലനങ്ങൾ നടത്താനുള്ള പരിശ്രമമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുമുള്ളത്. പിന്നീട് ഇപ്പോൾ നമ്മൾ ഒരു 75 കൊല്ലക്കാലത്തിന് ശേഷം ഒരു പുനർവായനയ്ക്ക് ഇതിനെ വിധേയമാക്കുകയാണ്. അത്തരം ഒരു പരിശോധനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടപെടലിൻ്റെ പ്രത്യേകതയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു ഹിന്ദു മുസ്ലിം കലാപമാക്കി വളരെ തെറ്റിദ്ധാരണാജനകമായ പ്രചരണം മലബാർ കലാപത്തിന് നൽകുന്നതിനെ അംഗീകരിക്കാത്ത നിലപാട് സ്വീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിൽക്കാലത്ത് കേരളത്തിൽ അധികാരത്തിൽ വരികയുണ്ടായി. അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ച നിലപാടുകൾ സമൂഹ പൊതുധാരയിലേക്ക് ബ്രിട്ടീഷുകാർ പിന്നിലേക്ക് തള്ളിയ മുസ്ലിം സമൂഹത്തെ കൊണ്ടുവരാൻ നല്ല മുൻകൈയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചത്. അതുകൊണ്ടാണ് 1957 അധികാരത്തിൽ വന്ന EMS ഗവൺമെൻറ് മുസ്ലിം ഔട്ട്റേജസ് ആക്ട്, മാപ്പിള മൂർഖത്വ നിയമം തന്നെ നിയമപുസ്തകത്തിൽ നിന്ന് മാറ്റിയത്. പള്ളികളും മദ്രസകളും സ്ഥാപിക്കാനുള്ള അവകാശങ്ങൾ നിഷേധിച്ചതിന്, പള്ളികൾ റിപ്പയർ ചെയ്യാൻ പോലും അനുവാദം നൽകാത്തതിന്, അറ്റകുറ്റപ്പണികൾ അനുവദിക്കാത്തതിന് ഒക്കെ മാറ്റി നല്ല നിലപാട് സ്വീകരിക്കേണ്ടായി. പെരിന്തൽമണ്ണയിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് പോകുമ്പോൾ പുലാമന്തോളിലെ റോട്ട് വക്കിൽ സഖാവ് EMS തറക്കല്ലിട്ട ഒരു മുസ്ലിം പള്ളി തന്നെ നമുക്ക് കാണാൻ കഴിയും. അത് ആ സമുദായം അദ്ദേഹത്തിന് അർപ്പിച്ച വിശ്വാസത്തിൻ്റെ അടയാളമാണ്. വലിയ ആത്മവിശ്വാസം മുസ്ലിം സമുദായത്തിന് നൽകി. ഗവൺമെൻറ് സർവീസുകളിൽ അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകി. പൊതുധാരയിലേക്ക് ആ സമുദായത്തെ അടുപ്പിച്ചു നിർത്താൻ നല്ല നിലപാട് കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിക്കേണ്ടത്. പിന്നീട് 1967 EMS ഗവൺമെൻറ് വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ ചർച്ച നടന്ന ഒരു കാര്യമാണ് മലപ്പുറം ജില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം EMS പിൽക്കാലത്ത് രേഖപ്പെടുത്തിയപ്പോൾ ഒരധ്യായം മലപ്പുറം ജില്ലയെക്കുറിച്ചാണ്. വളരെ കൃത്യമായ നിലപാടെന്ന് പാർട്ടി സ്വീകരിക്കേണ്ടത്. മലപ്പുറം ജില്ല രൂപീകരിക്കാൻ തയ്യാറായപ്പോൾ ആ ജില്ലയിൽ വരുന്ന പ്രദേശങ്ങളെല്ലാം ഈ മലബാർ കലാപം നടന്ന പ്രദേശങ്ങളാണ്. അതിൻ്റെ മഹാഭൂരിപക്ഷം ഭാഗം. അത് വെച്ചുകൊണ്ട് മലപ്പുറം ജില്ലയെ എതിർക്കുന്ന, അതിൽ മുസ്ലിം ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് കൊണ്ട് ജില്ല രൂപീകരണത്തെ എതിർക്കാൻ 2 ശക്തികൾ തയ്യാറായി. അതിലൊന്ന് ഇന്നത്തെ ഹിന്ദു വർഗീയവാദികളാണ്. 1921 മലബാർ കലാപം സൃഷ്ടിച്ച സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിന്ന് ഹിന്ദുത്വ ആശയങ്ങളെ രൂപപ്പെടുത്താനും മുസ്ലിം വിരുദ്ധത്തെ പ്രചരിപ്പിക്കാനും വലിയ പരിശ്രമം നടത്തിയ ഒരു വിഭാഗം ആളുകൾ,
അന്നത്തെ ഒരു വിഭാഗം ആളുകൾ പിന്നീട് സംഘപരിവാറായി മാറുകയുണ്ടായി. 1921 സംഭവങ്ങൾക്കിടയിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ആര്യ സമാജം കുറേ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. ആ വിഭാഗക്കാർ പിന്നീട് സംഘപരിവാറിൽ ലയിച്ചു ചേർന്നു എന്നുള്ളത് ചരിത്രമാണ്. മുസ്ലിം വിരുദ്ധത ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് പ്രചരണങ്ങളാണ് അവരന്ന് നടത്തിയത്. RSS സ്ഥാപനത്തിൽ വലിയ പങ്കുവഹിച്ച ഡോക്ടർ മുൻജെ ഏതാണ്ട് അതിന് സമാനമായ ചില ലേഖനങ്ങൾ, പ്രചരണങ്ങൾ നടത്തുന്ന ലേഖനങ്ങൾ അക്കാര്യത്ത് എഴുതുകയുണ്ടായി. അത് നമുക്ക് ചരിത്ര താളുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. മലപ്പുറം ജില്ല രൂപീകരിക്കുന്നു എന്ന് വന്നപ്പോൾ അന്നത്തെ ജനസംഘവും ഹിന്ദു വർഗീയവാദികളും വലിയ എതിർ സമരങ്ങൾ നടത്തേണ്ടി ദേശവ്യാപകമായ പ്രചരണം നടത്തി. മലപ്പുറത്ത് വന്ന് ജില്ലക്കെതിരായ ഒട്ടേറെ സമരങ്ങൾ നടത്തേണ്ടായി. അന്നത്തെ ജനസംഘത്തിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ നാനാജി ദേശ്മുഖ്, പിന്നീട് കേന്ദ്രമന്ത്രിയായ നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന മദൻലാൽ ഖുറാന, ഒരുപാട് സംഘപരിവാർ നേതാക്കൾ ആ സമരത്തിൽ മലപ്പുറത്ത് വന്ന് പങ്കെടുക്കേണ്ടായി. കോൺഗ്രസ്സുകാർ ശക്തമായി മലപ്പുറം ജില്ലയെ എതിർത്തു. അപ്പോൾ ഒരു ഭാഗത്ത് ഹിന്ദുത്വ ശക്തികളും വേറൊരിടത്ത് കോൺഗ്രസും മലപ്പുറം ജില്ലയെ എതിർക്കുകയാണ് ചെയ്തത്. കാരണം അത് ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയാണ് എന്നതുകൊണ്ടാണ്. എന്നാൽ ഏറ്റവും ശക്തമായ ഒരു നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചത്. മലപ്പുറം പാകിസ്ഥാനാകും എന്ന് വ്യാഖ്യാനിച്ചവർക്ക് വളരെ കരുത്തുറ്റ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മലപ്പുറം ജില്ല രൂപീകരിക്കാനുള്ള മുൻകൈ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് EMS ഭാഗത്തുണ്ടായി. ഇന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്കറിയാം, കേരളത്തിൽ പൊതുവെ ഏറ്റവും മികച്ച മത സൗഹാർദ്ദം നിലനിൽക്കുന്ന പ്രദേശങ്ങളാണ് മലപ്പുറം ജില്ലയിൽ ഉൾക്കൊണ്ടത് എന്ന് ഹിന്ദുത്വ തീവ്രവാദികളും കോൺഗ്രസ്സുകാരും ഉന്നയിച്ച ആശങ്കകളെല്ലാം അസ്ഥാനത്താണ് എന്ന് പിന്നീട് തെളിയിക്കപ്പെടുകയുണ്ടായി. അവിടെ ഒരു സമുദായത്തെ അവിശ്വാസത്തോടു കൂടി കാണുന്ന നിലപാടല്ല കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിച്ചത്. സമൂഹ പൊതുധാരയിൽ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളും പൂർണ്ണമായി ഉൾച്ചേർക്കപ്പെടണം എന്ന നിലയിൽ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചത്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും വേർതിരിക്കുന്ന തരത്തിലുള്ള സമീപനത്തോടുള്ള വിയോജിപ്പ് എല്ലാ ഘട്ടത്തിലും ഉയർത്തിപ്പിടിക്കാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായത്. അത് വളരെ വ്യക്തതയുള്ള നിലപാടുകളാണ് ഈ വിഷയങ്ങളിലെല്ലാം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചത് എന്നത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു രാഷ്ട്രീയ നിലപാടാണ്. വർഗപരമായ ഉൾക്കാഴ്ചയിൽ വിഷയങ്ങളെ വിശകലനം ചെയ്യുന്ന ഒരു പാർട്ടിക്ക് ആ നിലയിൽ തന്നെ തീരുമാനമെടുക്കാൻ കഴിയും. എല്ലാ മതത്തിലും ജാതിയിലും പെട്ട പാവപ്പെട്ടവരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിലാണ് ഈ വിഷയങ്ങളെ വസ്തുനിഷ്ഠമായ അപഗ്രഥനത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായത്. ഇപ്പോൾ നമ്മൾ 100-ാം വാർഷികം ആചരിക്കുന്ന സമയമാണ്. സ്വാഭാവികമായും ഇന്നത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ വിഷയങ്ങളെ ആകെ വിശകലന വിധേയമാക്കുവാൻ. ഇന്നത്തെ ഒരു പൊതുസ്ഥിതി എന്ന് പറഞ്ഞാൽ 921 സ്ഥിതിയല്ല, 946 സ്ഥിതിയല്ല, 47 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ആദ്യ വർഷങ്ങളുടെ സ്ഥിതിയുമല്ല. വളരെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം രൂപം കൊണ്ടിട്ടുണ്ട്. അത് തീവ്ര ഹിന്ദുത്വ ശക്തികൾ
RSS പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന BJP അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഒരു കാലത്താണ് നാം മലബാർ കലാപത്തിൻ്റെ 100ാം വാർഷികം ആചരിക്കുന്നത്. ഇതിനെ ഹിന്ദുത്വ ശക്തികൾ വലിയ തോതിലുള്ള മുസ്ലിം വിരുദ്ധത ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ലോകത്ത് തന്നെ ഇസ്ലാമോഫോബിയ എന്ന വാക്കിന് സാമ്രാജ്യത്വം വലിയ പിന്തുണ നൽകുന്നുണ്ട്. മുസ്ലിം വിരുദ്ധത, കുടിയേറ്റ വിരുദ്ധത, ആ നിലയിൽ സംസ്കാരങ്ങളുടെ സംഘർഷം എന്ന പ്രത്യയശാസ്ത്രത്തെ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ പ്രവർത്തനം നടത്തുന്നുണ്ട്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അക്രമകാരിയും ഭീകരവാദിയുമാണ് എന്ന് പ്രചരിപ്പിക്കാനുള്ള വളരെ ബോധപൂർവമായ പരിശ്രമവും നടക്കുന്നുണ്ട്. ആ പരിശ്രമത്തിൻ്റെ കൂടെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലയുറപ്പിച്ചത്. ജനങ്ങളുടെ യോജിപ്പിനെ ദുർബലപ്പെടുത്തുന്ന ആ സമീപനത്തോട് വിയോജിപ്പാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. മതപരമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നത് വർഗീയതയുടെ അജണ്ടയാണ്. അത് രാജ്യത്തെ ദുർബലപ്പെടുത്തുന്ന സുപ്രധാന ഘടകമാണ്. ആ നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, രണ്ടാമത് അധികാരത്തിൽ വന്ന മോദി ഭരണം ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾ പൊതുവെ സ്വീകരിക്കുകയാണ്. ന്യൂനപക്ഷ വിരുദ്ധ നിയമങ്ങൾ പാസാക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമം പാസാക്കി നിരവധി മത ന്യൂനപക്ഷങ്ങളെ പൗരത്വ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള പരിശ്രമം നടക്കുകയാണ്. അതിനാവശ്യമായ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടക്കുകയാണ്. മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായ ജമ്മു കശ്മീരിനെ വെട്ടിമുറിച്ച് സംസ്ഥാന പദവി തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. മുസ്ലിം പേരുള്ള സ്ഥലനാമങ്ങൾ മാറ്റിയെഴുതുകയാണ്. ധാരാളം മുസ്ലിം ചെറുപ്പക്കാരെ ഈ നിയമങ്ങൾക്കെല്ലാം എതിരായി അഭിപ്രായം പറഞ്ഞവരെ ജയിലിലടച്ചിരിക്കുകയാണ്. അതിനെ പിന്തുണച്ച് സംസാരിച്ചവരെയും ജയിലിലടക്കുകയാണ്. അമിതാധികാരത്തിൻ്റെയും ഏകാധിപത്യത്തിൻ്റെയും സ്വരങ്ങൾ ശക്തിപ്പെട്ടിരിക്കുകയാണ്. പാർലമെൻ്ററി സംവിധാനവും ഫെഡറലിസവും മറ്റൊരു ഭാഗത്ത് തറക്കപ്പെടുന്നുണ്ട്. വളരെ കൃത്യമായ ഒരു അജണ്ട, തങ്ങളുടെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, മുസ്ലിം വിരുദ്ധത ഉൽപ്പാദിപ്പിക്കാൻ, ന്യൂനപക്ഷ വിരുദ്ധത ഉൽപ്പാദിപ്പിക്കാൻ വളരെ ബോധപൂർവമായ പരിശ്രമം നടക്കുന്ന ഒരു സന്ദർഭമാണ്. ആ സവിശേഷതയെ നമ്മൾ നോക്കിക്കാണും. ലോകഘടനയിൽ തന്നെ സാമ്രാജ്യത്വം അത്തരം നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ സംഘപരിവാർ വേഗതയേറിയ നിലയിൽ ആ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യത്തിലെ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി ഇന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് നടത്തുന്ന ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തോട് കൃത്യതയാർന്ന എതിർപ്പ് പ്രകടിപ്പിക്കപ്പെടേണ്ടതുണ്ട്. വീണ്ടും ഒരു ഇടതുപക്ഷ തുടർഭരണം കേരളത്തിൽ വന്നപ്പോൾ ആ തിരഞ്ഞെടുപ്പ് വിജയത്തെ വിശകലനം ചെയ്തുകൊണ്ട് CPI ഒരു കാര്യം പറയുകയുണ്ടായി. അത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ സംസ്ഥാനത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾക്കെതിരായും കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കാൻ ശ്രമിച്ച ന്യൂനപക്ഷ വിരുദ്ധ നിയമങ്ങൾക്കെതിരായും ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നതാണ്. പ്രതിരോധത്തിൻ്റെ ഏറ്റവും മുന്നിൽ സംസ്ഥാന മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും നിലയുറപ്പിച്ചു എന്നുള്ളതാണ്. നിശ്ചയദാർഢ്യമുള്ള ഒരു സമീപനം തീവ്ര ഹിന്ദുത്വ വർഗീയതയോട് സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ അത്
അതിപ്രധാനമായ ഒരു രാഷ്ട്രീയ നിലപാടാണ്. എന്നാൽ വേറൊരു ഭാഗത്ത് തീവ്ര ഹിന്ദുത്വ ശക്തികളുടെ ആ അളവിൽ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല, കാരണം അത് ന്യൂനപക്ഷമാണ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ രാഷ്ട്രീയ ഘടനയിൽ ഒരു മുസ്ലിം വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ ഉള്ള പരിശ്രമം നടത്തുകയാണ്. അധികാരം ആഗ്രഹിക്കുന്ന UDFും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കൂടുതലായിട്ട് അവരോട് കൂട്ടിയിരുന്നത് നമ്മൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു. പക്ഷേ ഏറ്റവും അനുകൂലമായ ഒരു ഭാഗം നമുക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. അത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ആ മുസ്ലിം ഏകീകരണം എന്ന ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങളെ നയിക്കാൻ ലീഗും ജമാഅത്ത് ഇസ്ലാമിയുമായി കൂട്ടുചേർന്നുകൊണ്ട് നടത്തിയ പരിശ്രമത്തെ പിന്താങ്ങിയില്ല എന്ന വസ്തുതയാണ്. വലിയ മാറ്റമാണ്. കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിച്ച നിലപാടുകളോട് ഐക്യദാർഢ്യപ്പെടലാണത്. ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റായി എന്നുള്ളതല്ല. കമ്മ്യൂണിസ്റ്റുകാരുമായും സഹകരിച്ച് പ്രവർത്തിക്കാം, കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യാം എന്നൊക്കെയുള്ള നിലപാടുകൾ വന്നിരിക്കുക. കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിച്ച നിലപാടിന് കൂടുതൽ സ്വീകാര്യത 1946 നാം സ്വീകരിച്ച നിലപാടിന്, 1957 അധികാരം കിട്ടിയപ്പോൾ സ്വീകരിച്ച നിലപാടിന്, 1969 മലപ്പുറം ജില്ലാ രൂപീകരണത്തിൽ സ്വീകരിച്ച നിലപാടിന്, ഇപ്പോൾ സംഘപരിവാർ അധികാരത്തിലെത്തിയ കാലത്ത് അവർ സ്വീകരിച്ച മുസ്ലിം ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾക്കെതിരായ നയസമീപനങ്ങളിൽ എല്ലാം തുടർച്ചയായി വിട്ടുവീഴ്ചയില്ലാത്ത നയസമീപനങ്ങളിൽ തെറ്റായ ഭരണവർഗ നിലപാടുകൾക്കെതിരായി സ്വീകരിച്ചു എന്നതാണ് CPIMൻ്റെ വ്യക്തിത്വം. അത് അതിസുപ്രധാനമാണ്. ഇപ്പോൾ പുതിയ രൂപത്തിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതിയ അഫ്ഗാൻ സംഭവങ്ങളെപ്പോലും നാട്ടിൽ മുസ്ലിം വിരുദ്ധമായി ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയാണ്. എല്ലാ ആഗസ്റ്റ് 15-നും ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആചരിക്കുമ്പോൾ 1947 ആഗസ്റ്റ് 14 ഓർമ്മിപ്പിച്ച് ഒരു ദിവസം മുമ്പ് എല്ലാ ദിവസവും ഇനി ആഗസ്റ്റ് 14 വിഭജന വിരുദ്ധ ദിനമായി ആചരിക്കണം എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യം കിട്ടി 75 കൊല്ലത്തിന് ശേഷം പറയുമ്പോൾ അവിടെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഏതാശയമാണ് എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ പിൻപാട്ടുകാരാവാൻ പാടില്ല. വ്യക്തതയുള്ള നിലപാടുകൾ ഉണ്ടാവണം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖുകാരനും എല്ലാം ഒത്തുചേർന്ന ഇന്ത്യയാണ് കരുത്തുള്ള ഇന്ത്യ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാവണം. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അസ്ഥിവാരം ഉറപ്പിച്ചത് ആ കൂട്ടായ്മയിലാണ് എന്ന വസ്തുതയും നമുക്ക് തിരിച്ചറിയാനാവണം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മതനിരപേക്ഷതയെ തകർക്കുന്ന ഒന്നിനും ഒപ്പം നിൽക്കാൻ പാടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ തന്നെയാണ് ഈ അവസരം നാം ഉപയോഗിക്കേണ്ടത്. മുസ്ലിം വിരുദ്ധതയെ ഉൽപ്പാദിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ പാടില്ല. വളരെ കൃത്യമായി രാജ്യത്തെ എല്ലാ മതത്തിലുംപ്പെട്ട എല്ലാ പൗരന്മാരെയും ഒന്നിപ്പിച്ച് നിർത്തുക എന്നതിന് നമുക്ക് മുൻതൂക്കം നൽകാനാവും. വിഷയങ്ങളെ ഇങ്ങനെ മാത്രം കൈകാര്യം ചെയ്താൽ പോരാ. ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഒരു സാമ്പത്തിക നയം, അതിവേഗ സ്വകാര്യവൽക്കരണം ഇപ്പോൾ BJP നടപ്പിലാക്കുന്നുണ്ട്. കോവിഡാനന്തര ലോകത്തിൻ്റെ ദാരിദ്ര്യത്തിനുണ്ടാകുന്ന വൻ വർധനവുണ്ട്. തൊഴിലിൽ നിന്നും പറിച്ചെറിയപ്പെടുന്ന ദശലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട്. അടുത്ത തലമുറ വ്യവസായ വിപ്ലവത്തിൻ്റെ പേര് വ്യവസായ വിപ്ലവം ഇനിയും നാട്ടിൽ തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കും, തൊഴിൽ നഷ്ടപ്പെടുത്തും എന്നതും യാഥാർത്ഥ്യമാണ്. ആ സന്ദർഭം ഉപയോഗപ്പെടുത്തിയാണ് തീവ്ര സ്വകാര്യവൽക്കരണത്തിലേക്ക് ഇന്ത്യ നീങ്ങുന്നത്. എല്ലാ പൊതുമേഖലയും, പൊതുമേഖലാ ബാങ്കുകളും പൊതുമേഖലാ വ്യവസായങ്ങളും
പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന പെട്രോളിയം കമ്പനികളും പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് കമ്പനികളും എല്ലാം സ്വകാര്യ മുതലാളിമാർക്ക് കൈമാറ്റം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയ ഇവിടെ നടക്കുകയാണ്. അതിൻ്റെ സ്വാഭാവിക പരിണാമം നമ്മുടെ നാട്ടിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ അളവ് വലിയ തോതിൽ വർദ്ധിക്കലാണ്. ശക്തമായ പോരാട്ടം ആ സാമ്പത്തിക നയങ്ങൾക്കെതിരായിട്ടും നാം നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് തീവ്ര ഹിന്ദുത്വ വർഗീയതക്കെതിരായി ഈ സാമ്പത്തിക നയങ്ങൾക്കെതിരായി ഏറ്റവും ശക്തമായ സമരം നയിക്കുന്നതും ഇടതുപക്ഷക്കാരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. സ്വാഭാവികമായും 1921 ഓർമ്മകളെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഒരു മതവിഭാഗത്തെ ശത്രുപക്ഷത്തേക്ക് നിർത്താനല്ല, എല്ലാ മതത്തിലും പെട്ട സാധാരണക്കാരെ ഒന്നിപ്പിക്കാനാണ് മുൻകൈ എടുക്കേണ്ടത്. തീവ്രവർഗീയത ഏത് ഭാഗത്തു നിന്ന് വന്നാലും അതിനെ നിരുത്സാഹപ്പെടുത്താനാണ് നാം പരിശ്രമിക്കേണ്ടത്. ഹിന്ദുത്വ തീവ്രവാദം ഉയർത്തുന്ന വലിയ വെല്ലുവിളികളുടെ രൂക്ഷത ജനങ്ങളിൽ എത്തിക്കാനാണ് നല്ല മുൻകൈ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടത്. തീർച്ചയായും ഇന്ത്യയുടെ മതനിരപേക്ഷ രാഷ്ട്രീയവും ആഗോളവൽക്കരണത്തിനെതിരായും സാമ്പത്തിക നയങ്ങൾക്കെതിരായുമുള്ള രാഷ്ട്രീയവും ഇടതുപക്ഷം നല്ല നിലയിൽ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. വലിയ കർഷക പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിൽ അങ്ങോളം അലയടിച്ചു വരുമ്പോൾ അതിൽ ഇടതുപക്ഷ സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തൊഴിലാളികളുടെ സമരങ്ങളിൽ അതിന് ദിശാബോധം നൽകാനും ഇടതുപക്ഷമുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരാകട്ടെ ഏറ്റവും മാതൃകാപരമായ ഭരണ നിർവഹണം നടത്തി പുതിയ പ്രതീക്ഷകളും പുതിയ ആത്മവിശ്വാസവും കേരളത്തിന് പകർന്നു നൽകുന്നുണ്ട്. ഇതിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കുന്ന എല്ലാ ഘടകങ്ങളെയും എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. ഒരു പ്രത്യേക മതത്തെ മാത്രം രാജ്യസ്നേഹികളായും മറ്റൊരു മതത്തെ രാജ്യദ്രോഹികളായും മുദ്ര കുത്തുന്ന ഒരു പ്രവർത്തനത്തിനും നാം ഒപ്പം നിൽക്കരുത്. വളരെ കൃത്യമായ മതനിരപേക്ഷമായ മതസൗഹൃദം പുലരുന്ന ഇന്ത്യ, അതാണ് ഏറ്റവും വലിയ കരുത്ത് എന്ന തിരിച്ചറിവിൽ കാലം ഇന്ന് ആവശ്യപ്പെടുന്ന ജനകീയ ഐക്യം കൂടുതൽ ദൃഢപ്പെടുത്താനും ആ 1921 പോരാട്ട വീര്യം ഇന്നത്തെ സാമൂഹ്യ തിന്മകൾക്കെതിരായി വലിയ തോതിൽ ഫലപ്രദമായ സമരമായി രൂപപ്പെടുത്താനുമുള്ള പരിശ്രമങ്ങളിലാണ് ഇടതുപക്ഷം ഏർപ്പെട്ടിട്ടുള്ളത്. ഇടതുപക്ഷം ശക്തിപ്പെടുക വഴിയാണ് നമുക്ക് മതനിരപേക്ഷതയും സാമ്രാജ്യത്വ വിരുദ്ധതയും നമ്മുടെ സമൂഹത്തിൽ സാമൂഹ്യ തിന്മകൾക്കും സാമ്പത്തിക പരിമിതികൾക്കുമെതിരായ ഉച്ചനീചത്വത്തിനെതിരായ വലിയ സമരങ്ങളെ മുന്നോട്ട് നയിക്കാനാവുക എന്ന തിരിച്ചറിവിലേക്ക് കാര്യങ്ങളെ നയിക്കാൻ കൂടി 1921 ഓർമ്മകളെ ഉപയോഗപ്പെടുത്തണമെന്ന വിനയപൂർവ്വമായ അഭ്യർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.